എവിക്ഷൻ പ്രൊമോ അങ്ങനെ നാളത്തെ വന്നിരിക്കുകയാണ്. നാളത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എവിക്ഷൻ നടക്കുന്നത് തന്നെയാണ്. ലാലേട്ടന്റെ എൻട്രി, ലാലേട്ടൻ വീടിനകത്തേക്ക് വരുന്നു, അതിനുശേഷം കണ്ടസ്റ്റൻസിനെ കാണുന്നു, എഴുന്നേൽപ്പിച്ച് നിർത്തുന്നു. ഈ പറയുന്ന തരത്തിൽ എവിക്ഷൻ ആരൊക്കെയാണ് നോമിനേഷനിൽ വന്നത് അവരെ എഴുന്നേൽപ്പിച്ച് നിർത്തിയതിനു ശേഷം ഒരു വെറൈറ്റി രീതിയിലുള്ള ഒരു എവിക്ഷൻ ആണ് അവിടെ നടക്കാനായി പോകുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും. അതായത് അവിടെ കാറുകൾ വരുന്നു, പ്രധാന വാതിൽ തുറക്കുന്നു, ഇവരെ എല്ലാവരെയും തന്നെ പുറത്തേക്ക് നിർത്തുന്നു. അതായത് ഈ പറയുന്നത് ഗാർഡൻ ഏരിയയിൽ നിർത്തുന്നു, അവിടേക്ക് കാറുകൾ പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് വരുന്നു, റൗണ്ട് അടിക്കുന്നു, ഗ്രൗണ്ടിന് ചുറ്റും റൗണ്ട് അടിക്കുന്നു. അങ്ങനെ ഒരു 3 കാറാണ് ഉണ്ടാവും. ആ 3 കാറുകളും ഗ്രൗണ്ടിന് ചുറ്റും ഇങ്ങനെ റൗണ്ട് അടിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ഞെട്ടലോടുകൂടി നിൽക്കുകയാണ്, ആരെയാണ് ആ കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് എന്നറിയാനായിട്ട്. ഒരാളാണോ, 2 ആളാണോ, 3 ആളാണോ? 3 കാറുകളാണ് വന്നിരിക്കുന്നത്. സോ നാളത്തെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു എവിക്ഷൻ ആണ് നടക്കാൻ പോകുന്നത്. ആ എവിക്ഷനിൽ പുറത്തു പോകാൻ പോകുന്നത് ഇനിയിപ്പോൾ ആരാണ്? നെവിനാണോ, ആര്യനാണോ, ലക്ഷ്മിയാണോ, ഷാനവാസ് ആണോ, അതോടൊപ്പം തന്നെ നൂറയാണോ? ഇങ്ങനെ ആരാണ് നാളെ പുറത്തു പോകുന്നത് എന്നുള്ളത് ട്വിസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എവിക്ഷനിൽ എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയാം.